Meet the editors. നോക്കുകുത്തിയോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട മതവിഭാഗത്തെ അങ്ങേയറ്റം അരക്ഷിതമാക്കുന്ന ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടാകാം, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരിക്കാം. എന്നാൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു അപ്പോയിൻറ്റഡ് അതോറിറ്റി അല്ല. അദ്ദേഹം ഒരു ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ഒരാളാണ്. അങ്ങനെ ഒരാൾ നിന്ന് പ്രസംഗിച്ചത് ഒരു രാജ്യത്തെ ഒരു പ്രത്യേക വിഭാഗം കടന്നുകയറ്റക്കാരാണ്, അവർ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ ഈ രാജ്യത്തിന് ഭീഷണിയാണ്. അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ താഴെ ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതരായിരിക്കുക? നോക്കൂ, ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് അങ്ങ് കഴിയും. പക്ഷേ ഈ പ്രസംഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുറിവുകളുണ്ടാക്കും. അത് ഈ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടേറെ ആശങ്കകളുണ്ട്. ഇനി ഈ പ്രസംഗത്തിലേക്ക് വരുമ്പോൾ, ഇന്നിപ്പോൾ രാജസ്ഥാനിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ പ്രസംഗത്തെക്കാൾ കൂടുതൽ അപകടകരമാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് എൻ്റെ നിലപാട്. ഞാൻ പറഞ്ഞു തരാം. 2004 മുതൽ 2010 വരെയുള്ള UPA ഭരണകാലത്ത് 4 തവണ ആന്ധ്രാപ്രദേശിൽ മുസ്ലിം റിസർവേഷൻ നടപ്പാക്കാൻ ശ്രമിച്ചു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അതുമാത്രവുമല്ല, അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നു എന്നും 2011 രാജ്യവ്യാപകമായി മുസ്ലിം റിസർവേഷൻ നടപ്പാക്കാൻ കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചു എന്നും അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ടത് തടസ്സപ്പെട്ടു? എന്തുകൊണ്ടത് നടന്നില്ല? സുപ്രീം കോടതി ജാഗ്രതയോടെ ഇടപെട്ടതുകൊണ്ട് മുസ്ലിം സംവരണം നടന്നില്ല. അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല നരേന്ദ്രമോദി. എന്നിട്ട് ജനക്കൂട്ടത്തെ നോക്കി പറയുന്നത് എന്താണ്? ഈ രാജ്യത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സംവരണത്തിൽ നിന്ന് 1% തട്ടിയെടുത്ത്, ചീൻകെ എന്നാണ്, തട്ടിപ്പറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനാണ് ഈ പറയുന്ന കോൺഗ്രസും UPA സർക്കാരും അന്ന് ശ്രമിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തട്ടിപ്പറിച്ച് അവകാശം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായ സ്പർദ്ധ വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? ഇത് ക്ലിയർ വയലേഷൻ കേസാണ്. എന്താണ് ഈ പറയുന്ന മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ വായിക്കാം. നോ പാർട്ടി ഓർ കാൻഡിഡേറ്റ് shall include in any activity which may aggravate existing differences or create mutual hatred or cause tension between different castes, communities, religions or linguistic. ഭാഷാപരമായോ മതപരമായോ ജാതിപരമായോ ആർക്കിടയിലും സ്പർദ്ധ വളർത്തുന്ന ഒരു പ്രവൃത്തിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു വ്യക്തിയും ഇടപെടാൻ പാടില്ല എന്ന് വ്യക്തമായി നമ്മുടെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ മുസ്ലിങ്ങൾക്ക് ആരെയാണ് എതിരാക്കുന്നത്? ഷെഡ്യൂൾ കാസ്റ്റിനെ എതിരാക്കുന്നു, അവരെ ഷെഡ്യൂൾ ട്രൈബ്സിനെ എതിരാക്കുന്നു, അതർ ബാക്ക്വേർഡ് കാസ്റ്റുകളെ എതിരാക്കുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നോക്കൂ, നിങ്ങളുടെ അവകാശമായിരുന്ന സംവരണത്തിൽ നിന്ന് ഒരു പ്രത്യേക ശതമാനം അടർത്തിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ എതിരാളി ആരാണ്? മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം വിരുദ്ധരാകൂ, ആ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന പക്ഷത്തേക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഒരു വോട്ടഭ്യർത്ഥന അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഒരു മതസ്പർദ്ധ, ഒരു ജാതി സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, അംബേദ്കറെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മോഡി പ്രസംഗിക്കുന്നത്. ഞാൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നയാളാണ്, ഞാൻ ഭരണഘടന രചിച്ച ബാബാ സാഹേബ് അംബേദ്കറെ നിരന്തരം സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നയാളാണ് എന്നാണ് മോഡി ഇന്ന് ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് സ്മൃതി. രാജ്യത്ത് 2005 ഒരു പ്രധാനപ്പെട്ട സർവേ നടന്നു. ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് UPA സർക്കാർ, സച്ചാർ കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേര്, രജീന്ദർ സച്ചാർ എന്ന് പറയുന്ന ജസ്റ്റിസിനെ നിയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തി. എന്താണ് അന്വേഷണം? രാജ്യത്ത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ്, അതേപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, പിന്നാക്ക വിഭാഗങ്ങൾ, ഈ വിഭാഗങ്ങളോടൊപ്പം തന്നെ വളരെ പിന്നിരയിൽ നിൽക്കുന്നൊരു വിഭാഗമാണ് മുസ്ലിങ്ങളെന്നും അവരുടെ രാജ്യത്തെ ജീവിത സ്ഥിതി അങ്ങേയറ്റം പരിതാപകരമാണെന്നും ഉള്ള അഭിപ്രായം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത് പഠിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതൊരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെ ചുമതലയാണ്. ഈ രാജ്യത്ത് ഏതെങ്കിലും വിഭാഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിന്നോക്കാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി സർക്കാർ തന്നെയാണ്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും സർക്കാരിനുള്ളതുകൊണ്ട് ആ വിഭാഗം എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് പഠിക്കാൻ രജീന്ദർ സച്ചാറിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കുന്നു 2005. 2006 നവംബറിൽ രജീന്ദർ സച്ചാർ കമ്മിറ്റി അവരുടെ കണ്ടെത്തലുകൾ നൽകുന്നു. അതായത് 20 മാസങ്ങൾക്ക് ശേഷം. ആ 20 മാസങ്ങൾ അവർ നടത്തിയ പഠനം ഒരു റിപ്പോർട്ടായിട്ട് സർക്കാരിന് സമർപ്പിച്ചപ്പോൾ സർക്കാർ എന്താ ചെയ്തത്? അത് നവംബർ
നവംബർ 30 തന്നെ, ഒട്ടും വൈകിയില്ല, 2006 നവംബർ 30 തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിലും വെച്ചു. ഇരുസഭകളിലും വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് രാജ്യത്തെ ഏറ്റവും ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ, ഇത് അങ്ങേയറ്റം പരിതാപകരമാണ്. അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഒക്കെ തന്നെയും നല്ല രീതിയിലുള്ള മുൻഗണന നൽകേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുകയാണ്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ചില നിയമനിർമ്മാണങ്ങളും ആ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും രാജ്യത്തെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് എപ്പോഴും തങ്ങളുടെ അധികാരം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയെന്നുമാണ് ഇന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പ്രസംഗിക്കുന്ന ഒരു കാര്യമല്ല, വളരെ മുമ്പ് തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എപ്പോഴും ഈ അവരുടെ അധികാരത്തെ നിലനിർത്തിയെന്ന് പറയുന്നത് വഴി ബ്രാഹ്മിൻസ് അടക്കമുള്ള മുന്നോക്ക സവർണ വിഭാഗങ്ങളെ മുഴുവൻ തിരിച്ച് കോൺഗ്രസിനെതിരാക്കിക്കൊണ്ടാണ് BJP അവരുടെ രാഷ്ട്രീയ വളർച്ച നേടിയിട്ടുള്ളത്. അതേ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് പിന്നാക്കം നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും ഈ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ശുപാർശകൾ നടപ്പാക്കാൻ ആ സർക്കാർ ശ്രമിച്ചത്. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ ഒരു ഭയങ്കരമായ തെറ്റായ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ രാജ്യത്ത് 27% സംവരണം OBCക്ക്. അത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടെത്തിയതാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 27% സംവരണം അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ആ സംവരണത്തിനകത്ത് നിന്ന് 4.5% സബ് കോട്ട ഉണ്ടാക്കി. ഈ 4.5% അതിനകത്ത് നിന്ന് തന്നെയാണ് കാർവ് ഔട്ട് ചെയ്തിട്ട് ഒരു സബ് കോട്ട ഉണ്ടാക്കിയിട്ട് ആ സബ് കോട്ട മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, മുസ്ലിങ്ങളെ കൂടാതെ ക്രിസ്ത്യൻസിനുണ്ട്, അതേപോലെ തന്നെ പാഴ്സികൾക്കുണ്ട്, ബുദ്ധിസ്റ്റുകൾക്കുണ്ട്, സിഖുകാർക്കുണ്ട്, ഇത്രയും വിഭാഗങ്ങൾക്കുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് 2015 അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2015 ഡിസംബർ 1 മൈനോറിറ്റി മിനിസ്ട്രി ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇത്രയും ആളുകൾക്ക്, ഇത്രയും വിഭാഗങ്ങൾക്ക് ഈ 4.5% റിസർവേഷൻ നൽകുന്നൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ടെന്നും എന്നാൽ അത് ആന്ധ്ര ഹൈക്കോടതി തടഞ്ഞതിനെ തുടർന്ന് നടത്താൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും കൃത്യമായി കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അടിസ്ഥാനരഹിതമായൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ 4% സംവരണം അല്ലെങ്കിൽ 5% സംവരണം മുസ്ലിങ്ങൾക്ക് മാത്രമായി നൽകിയിട്ടില്ല. നിലനിൽക്കുന്ന സംവരണ സംവിധാനത്തിനകത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മൈനോറിറ്റീസ് ആയിട്ടുള്ള സിഖുകൾക്കും പാഴ്സികൾക്കും ഒക്കെ അത് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നൊരു വലിയ നേട്ടമായിട്ട് നരേന്ദ്രമോദി പറയുന്നത് എന്താണെന്നറിയാമോ? കർണാടകത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് ആദ്യം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ 4% മുസ്ലിങ്ങൾക്കുള്ള റിസർവേഷൻ എടുത്ത് കളഞ്ഞു എന്നാണ്. അതെന്തൊരു പൊട്ട കള്ളത്തരമാണെന്നറിയാമോ? കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പാണെന്നേ ബസവരാജ മിനിസ്ട്രി അവരുടെ ക്യാബിനറ്റ് കൂടിയിട്ട് ഈ 4% സംവരണം എടുത്ത് കളഞ്ഞത്. 4% സംവരണം എടുത്ത് കളഞ്ഞത് എന്താ? അവിടെ നിക്കക്കള്ളിയില്ല. പേ CM എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ക്യാമ്പയിൻ നടക്കുകയും ഒരു അഴിമതി സർക്കാരാണ് BJPയുടെ എന്ന് വരികയും അങ്ങനെ BJP സർക്കാരിനെതിരായിട്ടൊരു തരംഗമുണ്ടാകുകയും ചെയ്തപ്പോൾ ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടാണ് ഈ 4% സംവരണം ഈ കഴിഞ്ഞ വർഷമാണ് എടുത്തു കളഞ്ഞത്. അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ 4% സംവരണം എടുത്തിട്ട് SC/STക്ക് അല്ല കൊടുത്തത്, അവിടെ കൊടുത്തത് ലിംഗായത്തുകൾക്കും വൊക്കലികയ്ക്കുമാണ് 2% വീതം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ SC/ST സംവരണം, OBC സംവരണം എന്നുള്ള വിഷയം ഇപ്പോൾ എടുത്ത് ഉയർത്തിയിരിക്കുന്നത്, അതിൽ നിന്ന് തട്ടിപ്പറിച്ച് മുസ്ലിങ്ങൾ ഇത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് കൃത്യമായും കോൺഗ്രസ് കാസ്റ്റ് സർവേ പറഞ്ഞിട്ടുണ്ട്. അതായത് ജാതി സർവേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുമെന്നും അങ്ങനെ നടപ്പാക്കിയാൽ സ്മൃതി നമ്മളിന്ന് അറിയേണ്ട ഒരു കാര്യം, രാജ്യത്ത് ഏതാണ്ട് 60-65% ആളുകൾ OBC വിഭാഗത്തിലേക്ക് വരും പുതിയ സെൻസസ് പ്രകാരം. അങ്ങനെയാണെങ്കിൽ ഈ സംവരണം മുഴുവൻ പൊളിച്ചെഴുതേണ്ടി വരും. അങ്ങനെ ഒരു വലിയ കാര്യം സംഭവിക്കാനിരിക്കുന്നു എന്ന് വടക്കേ ഇന്ത്യയിലെ സാധാരണ ഗ്രാമീണർക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ അവകാശങ്ങൾ എടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുകയാണെന്നും അത് ബാബാ സാഹേബ് അംബേദ്കർ വിഭാവന ചെയ്ത ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് അംബേദ്കറെ കെട്ടിപ്പിടിക്കുകയും അംബേദ്കറെ പുൽകിക്കൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധത പറയുകയും അങ്ങനെ മുസ്ലിം വിരുദ്ധതയും അംബേദ്കറും ആ രണ്ടും കൂടിയുള്ളൊരു കമ്പയിനിലൂടെ ഈ അതിപിന്നോക്ക വിഭാഗങ്ങളെ, ഷെഡ്യൂൾ കാസ്റ്റിനെ, ഷെഡ്യൂൾ ട്രൈബ്സിനെ BJPയുടെ വോട്ട് ബാങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ചോദ്യം, ഇത് ക്ലിയർ വയലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ക്ലിയർ വയലേഷനാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ മൂക്ക് ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടല്ലോ, തൊട്ടടുത്ത ദിവസമല്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്, ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അരുൺ ഗോയൽ രാജിവെച്ചല്ലോ. എന്താണ് രാജിവെച്ചതിൻ്റെ കാരണം നമുക്കറിയില്ല. അതിന് 2 വർഷം മുമ്പ് അശോക് ലവാസ എന്ന് പറഞ്ഞൊരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ച് രാജ്യം വിട്ടുപോയല്ലോ. എന്താണ് കാര്യമെന്ന് നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്ന നരേന്ദ്രമോദിയുടെ വാ മൂടി കെട്ടാൻ വേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങി പുറപ്പെടും. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മണ്ടന്മാരാണ്. കാരണം ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാൻ തന്നെയുള്ള എല്ലാ പവറും നരേന്ദ്രമോദി കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ പ്രവർത്തിക്കുമെന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നതിനപ്പുറം നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതൊരു പ്രത്യേക വിഭാഗത്തെ അന്യവൽക്കരിക്കുന്ന രാഷ്ട്രീയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. അതൊരു വലിയ മുറിവായിരിക്കും. ആ മുറിവ് ഉണക്കുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറയുന്ന ഒരു കാര്യമല്ല. അധികാരം നേടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്ന അധികാരികൾ യഥാർത്ഥത്തിൽ ഈ ആധുനിക കാലത്തിന് വലിയ ശാപമാണ്. ആ അർത്ഥത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയോട് ചെയ്തിരിക്കുന്നത് തികഞ്ഞ മര്യാദകേടാണ്. ജനാധിപത്യ വിരുദ്ധമായ, മതേതര വിരുദ്ധമായ, ബഹുസ്വരതയ്ക്കെതിരായി സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് താഴെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കമ്മീഷൻ നോക്കുകുത്തിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നേരത്തോട് നേരമായിരിക്കുന്നു. 3 ദിവസം കഴിഞ്ഞ ശേഷം ആദ്യത്തെ പ്രസംഗത്തിൽ പോലും നടപടിയെടുത്തിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ പരാതി നൽകിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പരാതി വന്നിട്ടുണ്ട്. ആ പരാതികളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഇന്ന് ഉച്ചവരെ 1750 പരാതികൾ മോദിയുടെ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പരാതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കമ്മീഷൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊരു പരാതി ലഭിച്ചിരിക്കുന്നു, പരിശോധിക്കുന്നു എന്നൊരു പരസ്യമായ പ്രതികരണം ഇന്നലെ ഈ വിവാദങ്ങൾക്കിടയിൽ നടത്താൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്ന് നടത്തിയ പ്രസംഗം അതിനേക്കാൾ കൂടുതൽ തീവ്രതയോടുകൂടി തന്നെയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. 90 സെക്കൻഡിൻ്റെ തൻ്റെ സത്യം, താൻ പറഞ്ഞ സത്യം അത് കോൺഗ്രസിനെ ഉലച്ചു എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. SC/ST സംവരണം കൂടി അപഹരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോൾ അതിനെ സുപ്രീം കോടതി തടയുകയായിരുന്നു എന്നൊരു വാദം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ആന്ധ്രയിൽ YS രാജശേഖര റെഡ്ഡി 2004 5% സംവരണം മുസ്ലിം വിഭാഗത്തിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതുവരെ 46% അവർക്ക് സംവരണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് 51%. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് അത് പോകുന്നു. അപ്പോൾ ഹൈക്കോടതി അത് തള്ളുന്നു. അങ്ങനെ വന്ന ഘട്ടത്തിൽ അത് 4% നിജപ്പെടുത്തി. ആരുടെയും കവർന്നിട്ടല്ല, ഇപ്പോൾ മോദി പറയുന്നത് പോലെ ആരുടെയും കവർന്നിട്ടല്ല, അഡീഷണലായി കൊടുത്തതാണ് ആ സംവരണം. അപ്പോൾ അങ്ങനെ 50-50 എന്ന അനുപാതത്തിൽ ആ സംവരണം വന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിനെ വേറെ രൂപത്തിലാക്കി അവതരിപ്പിക്കുന്നു. 2006 മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം ഇന്നലെ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ അതിൽ വീണ്ടും കൊണ്ട് SC/ST വിഭാഗത്തെ കൂടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടർത്തി മാറ്റി ഒരു ഭാഗം മാത്രം, ഒരു വരി മാത്രം എടുത്ത് വീണ്ടും പറയുകയാണ്. ഇന്നത്തെ പ്രസംഗത്തിന് കുറച്ചുകൂടി തീവ്രതയുണ്ടെന്ന് പറയാൻ കാരണം രാമനവമി ആഘോഷങ്ങൾ കോൺഗ്രസ് തടഞ്ഞു എന്നൊരു വാദം ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, ധൈര്യമായി ഹനുമാൻ ചാലിസ ചൊല്ലാൻ BJP തന്നെ അധികാരത്തിൽ വരേണ്ടതുണ്ട്. ഇന്ന് ഹനുമാൻ ജയന്തിയാണ്. അപ്പോൾ ദിവസം ഈ കർണാടകത്തിലെ ഒരു കടയിൽ എവിടെയോ ചെറിയൊരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ധൈര്യമായി ഹനുമാൻ ചാലിസ ചൊല്ലാൻ നമ്മൾ അധികാരത്തിൽ വരേണ്ടത്, നമ്മൾ അവർ എന്ന രൂപത്തിലാണ് പ്രസംഗം. യോഗി അത്തരം പ്രസംഗങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ള ആളാണ്. ഇവിടെ താലിബാൻ ഭരണം വേണമോ എന്നാണ് അദ്ദേഹം ആവർത്തിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നതിന് യഥാർത്ഥ കാരണം എന്താണ് എന്ന് നോക്കിയാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ രാജസ്ഥാനിൽ അല്പം നില പരിങ്ങലിലാണോ എന്നൊരു ചിന്ത BJPയെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം 57% കുറഞ്ഞത് അവരെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. 19-ാം തീയതി രാത്രി തന്നെ അവലോകന യോഗം ചേർന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ രൂപത്തിലുള്ള പ്രസംഗങ്ങളിലേക്ക് മോദി കടന്നിട്ടുള്ളത്. അപ്പോൾ ആ ബെൽറ്റിൽ UP മേഖലയിപ്പുറത്ത് ഒരു വശത്ത് ഗുജറാത്ത് ഇങ്ങനെ നിൽക്കുന്നൊരു മേഖലയാണ്. അവിടെ കൃത്യമായും ഈ ക്ഷത്രിയ വോട്ടുകൾ പ്രധാനമായ സ്ഥലമാണ്. അതെ, ആ ക്ഷത്രിയ വോട്ടുകൾ പ്രധാനമായ ആ സ്ഥലത്ത് അവിടെയാണ് പുരുഷോത്തം രൂപാല നടത്തിയ പ്രസംഗം, അതായത് BJPയുടെ രാജ്കോട്ടിലെ സ്ഥാനാർത്ഥി നടത്തിയ പ്രസംഗം. രജപുത്ര ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തലകുമ്പിട്ടു, സ്ത്രീകളെ സമർപ്പിച്ചു ബ്രിട്ടീഷുകാർക്ക് എന്നുള്ള വിവാദ പ്രസംഗം നടത്തിയ ശേഷം അവിടെ സ്ത്രീകളടക്കം പ്രക്ഷോഭത്തിലേക്ക് കടന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും. എവിടെ തിരിച്ചടിയാകും? ഗുജറാത്തിലും രാജസ്ഥാനിലും UPയിലെ ചില ഭാഗങ്ങളിലടക്കം തിരിച്ചടിയാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹിന്ദുക്കളെ ഐക്യപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം വിരുദ്ധത ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതേപോലെയാണ് ജാട്ട് വോട്ടിൻ്റെ പ്രശ്നം. ജാട്ട് വോട്ടിലും വലിയ തോതിൽ കുറവരുന്ന സാഹചര്യമുണ്ട്. അവിടെ കർഷക സമരത്തിൻ്റെ പ്രശ്നമുണ്ട്. ഗുസ്തി താരങ്ങളോട് കാണിച്ച അനീതിയുടെ വിഷയമാണ്. അപ്പോൾ അവിടെയും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കുന്നു. എവിടെയൊക്കെയാണ് ഈ ഒന്നാം ഘട്ടത്തിൽ വലിയ തോതിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു നോക്കിയാൽ മുസഫർ നഗറുണ്ട്, നാഗ്നയുണ്ട്, ഷഹാറൻപൂരുണ്ട്. അവിടെ ക്ഷത്രിയ ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ അവർ പിൻവാങ്ങി നിൽക്കുന്നു എന്ന വിലയിരുത്തൽ വന്നത് വലിയ ആശങ്കയുണ്ടാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഈ 26-ന് 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മേഖല കൂടിയാണ്. അപ്പോൾ രാജ്നാഥ് സിംഗിൻ്റെ മകൻ പങ്കജ് സിംഗിനെ അങ്ങോട്ട് വിട്ട് കാര്യങ്ങൾ പരിഹരിക്കാനായി വിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത്തരം പ്രസംഗങ്ങൾ കൂടി നടത്തുന്നത്. അപ്പോൾ കൂടുതൽ വർഗീയത പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ ഏകോപിപ്പിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിലോടുകൂടിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നിങ്ങൾ എന്ന നിലപാട് അവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ചാണ്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുകയാണ്. ഈ പ്രകടന പത്രികയിൽ മുസ്ലിം എന്നൊരു വാക്കില്ല.
മുസ്ലിം എന്ന വാക്ക് ആ പ്രകടന പത്രികയിലില്ല. യഥാർത്ഥത്തിൽ ഇവിടെ CPM സംസ്ഥാനത്ത് CAA കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. മുസ്ലിം എന്ന വാക്ക് പറയാൻ പോലും ധൈര്യപ്പെടുന്നില്ല എന്ന് വേറൊരർത്ഥത്തിൽ പറയാം കോൺഗ്രസ്. അപ്പോൾ അതുപോലും ആ പ്രകടന പത്രിക ഇല്ലാതിരിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്നുള്ള വാദം അവിടെ പറയുന്നത്. ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ആവർത്തിച്ച് പ്രസംഗിക്കുന്നു. ഇത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് മണിശങ്കർ അയ്യർ സംഘടിപ്പിച്ച വിരുന്നിൽ പാക് മുൻ സൈനിക ഉദ്യോഗസ്ഥരും മൻമോഹൻ സിംഗും തമ്മിൽ ഗുജറാത്ത് ഭരണം BJPയിൽ നിന്ന് 22 വർഷം നീണ്ട BJP ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നും അങ്ങനെ അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കാൻ പാകിസ്ഥാൻ സമ്മതിച്ചു എന്ന രീതിയിലൊക്കെ പ്രസംഗങ്ങൾ വലിയ തോതിൽ തന്നെ മോദി അടക്കമുള്ള നേതാക്കൾ നടത്തി. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞതാണ് എന്ന് പറയുന്നതിനും ഒരു ചളിപ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിൽ കളവ് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള പ്രത്യേക തന്ത്രങ്ങൾ BJP എല്ലാ കാലത്തും പരീക്ഷിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തുടർച്ച ഇപ്പോൾ കാണിക്കുന്നത് കോൺഗ്രസ് പറയുന്നത് പോലെ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ 6 പരാതികൾ വന്നു. മോദിക്കെതിരെ മാത്രം 6 പരാതികൾ വന്നു. നടപടിയെടുത്തിട്ടില്ല. അപ്പോൾ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് ലവാസയെ പോലുള്ളവർ തൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. ആ വിയോജിപ്പ് രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം പോയതെന്ന് കേൾക്കുന്നു. ഇപ്പോഴത്തെ കമ്മീഷണർമാർ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തുകൊണ്ട് ഇനി അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയാണെങ്കിൽ തന്നെ എന്താണ് കൂടിപ്പോയാൽ വരിക? ഒരു താക്കീത് വരും, അല്ലെങ്കിൽ 24 മണിക്കൂർ പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തും, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 42 മണിക്കൂർ പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തും. അതിലപ്പുറം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഇടപെട്ടതായും നമ്മുടെ മുന്നിൽ ഒരു കാര്യങ്ങളും ഉദാഹരണവുമില്ല. ഏതായാലും മോദിയുടെ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഉള്ള സാധ്യത വളരെ ചുരുക്കമാണ്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഉള്ള ഇടപെടൽ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കമ്മീഷൻ ഇപ്പോൾ നിലവിലുള്ളത്? സർക്കാരിൻ്റെ ഒരു ഭാഗമായി തന്നെ അത് നിൽക്കുന്നു, അതിനൊരു സ്വതന്ത്ര പരിവേഷമില്ല എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. രാജ്യത്തെ ലോകം ഉറ്റുനോക്കുന്ന ഘട്ടത്തിലാണ് ഈ തരത്തിലുള്ള പ്രസംഗങ്ങൾ ഇങ്ങനെ വിഭജിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള വോട്ട് തേടൽ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. അപ്പോൾ കമ്മീഷൻ നോക്കുകുത്തിയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ അരുൺ. സ്മൃതി, 1951 ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 8ാമത്തെ സെക്ഷൻ പ്രകാരം 6 വർഷത്തേക്ക് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിലക്കാനും ജനപ്രാതിനിധ്യ നിയമത്തിലെ 11ാം സെക്ഷൻ പ്രകാരം 6 വർഷത്തേക്ക് വോട്ടവകാശം പോലും നിഷേധിക്കാനും പറ്റുന്ന സാഹചര്യത്തിലുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട കറപ്റ്റ് പ്രാക്ടീസസ് ആണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണനയ്ക്കെടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അവിടെയാണ് നമ്മുടെ ചോദ്യം പ്രസക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോക്കുകുത്തിയായി മാറുന്നുണ്ടോ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്ന ഘട്ടം മുതൽ തന്നെ ഈ ആശങ്ക നമ്മൾ ഉയർത്തിയിരുന്നതാണ്. അരുൺ ഗോവിൽ വളരെ പെട്ടെന്ന് രാജിവെക്കുന്നതും അരുൺ ഗോവിൽ രാജിവെച്ചതിനെ തുടർന്ന് അശോക് ലവാസയ്ക്ക് പിന്നാലെ ഒരു അഭിപ്രായ വ്യത്യാസം രാജീവ് കുമാറുമായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ടുണ്ട് എന്ന് പുറത്ത് വാർത്തകൾ വന്നിരുന്നതാണ്. അത് നിഷേധിച്ചിട്ടില്ല അരുൺ ഗോവിൽ എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിനുശേഷമാണ് മാറ്റിയ ഒരു സെലക്ഷൻ കമ്മിറ്റി പ്രകാരം ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെയും ഭൂരിപക്ഷ പിന്തുണയോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരം നിർഭയമായി സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് പരിപാടി നടത്തേണ്ട ഒരു ഏജൻസിയാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാജ്യത്ത് വളരെ വ്യക്തമായ രീതിയിൽ നഗ്നമായ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടും വി ഡിക്ലൈൻ കമന്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നതിന് ഇപ്പോൾ തയ്യാറല്ല എന്നാണ്. ഇതേതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഓഫീസിനെ കുറിച്ച്, ആ കോർപ്പറേറ്റ് ഓഫീസിന്റെ നയത്തെക്കുറിച്ച്, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് നമ്മളൊരു സ്വകാര്യ സ്ഥാപനത്തോട് ചോദിച്ച ചോദ്യമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലയുള്ള അധികാരങ്ങളുള്ള ഒരു കമ്മീഷനോട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രധാനമന്ത്രി തന്നെ ലംഘിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം വരുമ്പോൾ അതിനോടുള്ള പ്രതികരണം ആരായുമ്പോൾ കിട്ടുന്നതാണ്. ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു നോക്കുകുത്തിയായി പരിണമിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ എങ്ങനെയാണ് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റും ഒപ്പം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ വിവിധ വകുപ്പുകളും ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ 153യും ഈ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും ഒപ്പം യോഗി ആദിത്യനാഥിന്റെയും അമിത്ഷായുടെയും
സിൻഹായുടെയും അരുൺ ഗോവിലിന്റെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ലംഘിച്ചിരിക്കുന്നത് എന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ ആദ്യത്തെ 3 ഭാഗങ്ങളുടെ നഗ്നമായ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം എന്താണ്? സമുദായങ്ങൾ തമ്മിൽ നിലവിലുള്ളതോ കഴിഞ്ഞുപോയോ ആയിട്ടുള്ള വിഷയങ്ങളെ ചൊല്ലിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്താതിരിക്കുക. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങൾ ഈ നിലവിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, നിങ്ങളുടെ കൈകളിൽ നിന്ന്, അമ്മ പെങ്ങന്മാരിൽ നിന്ന് താലിച്ചരടക്കം അവരിലേക്ക് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ എടുത്തുകൊണ്ടു പോകും എന്ന് പറയുന്നത് വഴി 2 വിഭാഗങ്ങൾ തമ്മിലുള്ള മതസ്പർദ്ധ, സാമുദായിക വൈരം വളർത്തുന്നതിന് സഹായിച്ചിരിക്കുന്നു. വളരെ എവിഡന്റ് ആണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം അനുസരിച്ച് ഒരു പാർട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വിമർശിക്കുമ്പോൾ ആ പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചോ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടുകളെക്കുറിച്ചോ അൺവേരിഫൈഡ് ആയിട്ടോ വക്രീകരിച്ചോ നിങ്ങൾക്ക് പ്രസ്താവന നടത്താൻ കഴിയില്ല. ഇവിടെ നോക്കൂ, എന്താണ് തിരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്? ജാതി സെൻസസിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു സർവേ നടത്തും. ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ നടത്തി നീതിയുക്തമായ രീതിയിൽ രാജ്യത്തിന്റെ വിഭവങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് വക്രീകരിച്ച് താലിമാലയും സ്വർണവും അടക്കമുള്ള കാര്യങ്ങളുടെ സ്റ്റോക്ക് എടുത്ത് അവ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുമെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന രീതിയിൽ വക്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിലെ 2 ഭാഗങ്ങളും ലംഘിക്കപ്പെട്ടു. മൂന്നാമത്തെ ഭാഗം എന്താണ്? ജാതിയുടെയോ മതത്തിന്റെയോ സമുദായത്തിന്റെയോ പേരിൽ നിങ്ങൾ വോട്ടഭ്യർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുവരുന്നതും അത് തന്നെയാണ്. നരേന്ദ്രമോദി രാമനവമി ദിനത്തിൽ ഫ്ലാഷ് പോയിന്റുകൾ അടിച്ചുകൊണ്ട് എന്താണ് വോട്ടർമാരോട് പറയുന്നത്? രാംലല്ലയിൽ എങ്ങനെയാണോ സൂര്യത്തിലേക്ക് വരുന്നത് പോലെ നിങ്ങൾ അതിന് അനുകൂലമായ രീതിയിൽ നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ഏതെങ്കിലും മതത്തിന്റെയോ ഏതെങ്കിലും ദൈവത്തിന്റെയോ ചിഹ്നങ്ങളോ റെഫറൻസോ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് തേടുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ 123(3)A പ്രകാരം അതൊരു കറപ്റ്റ് പ്രാക്ടീസസിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് രാംലല്ലയുടെ വിഗ്രഹം, രാംലല്ലയ്ക്ക് വേണ്ടി നിങ്ങൾ ഫ്ലാഷ് ലൈറ്റുകൾ കത്തിച്ച് നിങ്ങൾ പ്രചരണത്തിൽ പങ്കാളികളാകാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു. അമിത്ഷാ പറയുന്നത് എന്താണ്? രാംലല്ലയുടെ തന്നെ ഒരു പെയിന്റിംഗ് ആണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ വേളയിൽ ഉത്തർപ്രദേശിൽ എടുത്തു കാട്ടുന്നത്. തീർന്നില്ല, BJPയുടെ ഒഫീഷ്യൽ ഹാൻഡിലുണ്ട്. നിങ്ങളുടെ ഒരു വോട്ട് വളരെ നിർണായകമാണ്. ഈ രാമനവമി ദിനത്തിൽ രാംലല്ലയുടെ ചിത്രവും വിഗ്രഹവും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് BJP എന്ന ദേശീയ പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷം അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലുകളിൽ പ്രചരിപ്പിക്കുന്ന ചിത്രമാണ്. നോക്കൂ, എന്താണ് യോഗി ആദിത്യനാഥ് പറയുന്നത്? യോഗി ആദിത്യനാഥ് അരുൺ ഗോവിലിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നു, ഇതാ യഥാർത്ഥ രാമൻ തന്നെ വന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ വോട്ടഭ്യർത്ഥിക്കാൻ എന്നാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ വോട്ട് തേടുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ 123(3) പ്രകാരം ലംഘനമാണെന്നിരിക്കെ അതറിയാമായിരുന്നിട്ടും നിരന്തരം ഈ കൃത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിലെ അധികാരത്തിലുള്ള കക്ഷി. ആ അധികാരത്തിലുള്ള കക്ഷിയോട് ഒരു വാക്ക് ചോദിക്കാൻ, ഒരു താക്കീത് നൽകാൻ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയാതെ പോകുന്നത് എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിന്റെ 153 പ്രകാരം ഹേറ്റ് സ്പീച്ചിന്റെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ നരേന്ദ്രമോദി നടത്തിയ രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിലും അതിനുശേഷം നടത്തിയ പ്രസംഗത്തിലും. അപ്പോൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1981 സെക്ഷൻ 123(3) ലംഘിച്ചിരിക്കുന്നു, 123(3)A ലംഘിച്ചിരിക്കുന്നു. ഒപ്പം ഇന്ത്യൻ പീനൽ കോഡിന്റെ 153യുടെ ലംഘനമാണ്. ഒപ്പം തന്നെ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിലെ ജനറൽ കണ്ടക്റ്റിലെ ആദ്യത്തെ 3 സെക്ഷനുകളും ഇവിടെ ലംഘിച്ചിരിക്കുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചിട്ടും ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കറപ്റ്റ് പ്രാക്ടീസസിൽ ഏർപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഒരു നോട്ടീസ് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയക്കാത്തത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇവിടെയാണ് അശോക് ലവാസ പറയുന്ന ഒരു കാര്യമുണ്ട്. ലെവൽ പ്ലേയിങ് ഫീൽഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. തുല്യ നിലയിലുള്ളൊരു മൈതാനത്തിലല്ല ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ മൈതാനം തന്നെ ഒരു വിഭാഗം കളിക്കുന്ന ടീമിനു വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ടീമിന് ആനുകൂല്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു താക്കീതോ അല്ലെങ്കിൽ ഒരു നോട്ടീസോ കൊടുക്കാനെങ്കിലും തയ്യാറാകേണ്ടിയിരുന്നു. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, നോക്കൂ, സമാനമായ സാഹചര്യങ്ങൾ ഇതിന് മുൻപുണ്ടായിട്ടില്ലേ? 1987 ബാൽ താക്കറെയെ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ നിന്ന് വിലക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അന്ന് രമേശ് പ്രഭു എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ
ശിവസേനയുടെ കാൻഡിഡേറ്റിനു വേണ്ടി അന്ന് ബാൽ താക്കറെ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിം എന്നും ഹിന്ദുയിസം എന്നും ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം. മാത്രവുമല്ല, അദ്ദേഹം അന്ന് പറഞ്ഞ പ്രസംഗത്തിൽ പറയുന്നത് രമേശ് പ്രഭുവിന്റെ പേരിലുള്ള ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് രാംലല്ലയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് വോട്ട് തേടിയാൽ അത് ഒരു മതപരമായ ചിഹ്നം ഉപയോഗിച്ചുള്ള വോട്ട് തേടലല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പറയാൻ സാധിക്കും? മറുഭാഗത്ത് 1987 ഇതേപോലെ ഹിന്ദു മുസ്ലിം ഡിവൈഡിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഈ ഒരു പേരിൽ തന്നെയുള്ള മതത്തിനെ സൂചിപ്പിച്ചുകൊണ്ടും ബാൽ താക്കറെ നടത്തിയ പ്രസംഗത്തിന് ബാൽ താക്കറെക്ക് സസ്പെൻഷൻ കൊടുത്തുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ പ്രധാനമന്ത്രി ആ അർത്ഥത്തിൽ ഇൻസുലേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നത്? പ്രധാനമന്ത്രി എങ്ങനെയാണ് സുരക്ഷിതനായി നിൽക്കപ്പെടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് ഒരു നോക്കു കമ്മീഷനായി മാറിക്കഴിഞ്ഞിരിക്കും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാക്കുകൾ കടമെടുത്താൽ ഇതൊരു ഇലക്ഷൻ കമ്മീഷൻ അല്ല, പകരം ഒരു ഇലക്ഷൻ ഒമിഷൻ കമ്മീഷനാണ് എന്ന നിലപാടിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അത് അത്യന്തം നിർഭാഗ്യകരമാണ്. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പിനെയും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അസൂയയോടുകൂടി നോക്കുന്നതിന്റെ കാരണം അതിലിപ്പോഴും അവശേഷിച്ചിരിക്കുന്ന കളങ്കരഹിതമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ നിർഭയവും സ്വതന്ത്രവുമായിട്ടുള്ള നീതിപൂർവകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. എന്നാൽ അത് 2014 ശേഷം അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അശോക് ലവാസയുടെ രാജിയിലൂടെ, അരുൺ ഗോയലിന്റെ രാജിയിലൂടെ, ഇപ്പോൾ തുടർച്ചയായി ജനപ്രാതിനിധ്യ നിയമവും മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റും ലംഘിക്കപ്പെട്ടിട്ടും നിശബ്ദരായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ വ്യക്തമാകുന്നു. അത് ജനാധിപത്യത്തിൽ ഏൽപ്പിക്കുന്ന കളങ്കം ചെറുതായിരിക്കില്ല, അത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയായി തീരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയാവുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നോക്കുകുത്തിയാക്കപ്പെടുന്നു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിക്കേണ്ടതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരം സവിശേഷാധികാരങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മളുടെ മുൻപിൽ കുറെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ടായിരുന്നു. TN ശേഷനെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് TN ശേഷൻ വിവിധ രാഷ്ട്രീയ കക്ഷികളെ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ പരിധിയിലേക്ക് നിർത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. ബാൽ താക്കറെക്കെതിരെ 1987 നിലപാടെടുത്തത് നമ്മൾ കണ്ടതാണ്. നമ്മൾ ബാലകൃഷ്ണ പിള്ളയ്ക്കെതിരെ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ കേസെടുത്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതൊന്നും ബാധകമല്ലാത്ത ഭരണകക്ഷി അധികാരത്തിൽ തുടരുന്നു എന്നതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുരുങ്ങിയത് ഒരു താക്കീതെങ്കിലും, ഒരു നോട്ടീസെങ്കിലും പ്രധാനമന്ത്രിക്ക് അയച്ചാൽ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത വിശ്വാസം നമുക്ക് കൂട്ടിയുറപ്പിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കുകുത്തിയാവുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ശരി, സുജയിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം നോക്കുകുത്തിയോ എന്ന ചർച്ച തുടരുകയാണ്. സുജയ, കമ്മീഷൻ നോക്കുകുത്തിയല്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ നടത്തുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് അതിനെ നോക്കുകുത്തി എന്ന് വിളിച്ച് പരിഹസിക്കാൻ ഞാൻ തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് വരുന്ന പരാതികൾ അത് മറുവശത്ത് നിൽക്കുന്ന ആളെ നോക്കി നിലപാടെടുക്കുന്ന ഒന്നാണ് എന്ന് നരേന്ദ്രമോദിക്കെതിരായ അല്ലെങ്കിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിനെതിരായ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്ത് പൂർത്തിയാകുന്നതുവരെ അങ്ങനെയൊരു മുൻധാരണയോടെ സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മുന്നിൽ വരുന്ന എല്ലാ പരാതികളും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് നൽകിയിരിക്കുന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൻസ്വാര ജില്ലാ ഇലക്ടറൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളത് നോക്കാത്തത് കൊണ്ടാകാം. ബൻസ്വാര ജില്ലാ ഇലക്ടറൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ബൻസ്വാര ജില്ലാ ഇലക്ടറൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. വിവാദമായ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ഇലക്ടറൽ ഓഫീസർ ഹാജരാക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രസംഗത്തെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്താ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ അതെല്ലാം ചേർത്ത് ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി നടത്തിയ ബൻസ്വാരയിലെ പ്രസംഗത്തിന്റെ പൂർണ്ണമായ ഉള്ളടക്കം, അതായത് നമ്മൾ പറയുന്ന ഭാഷയിലാണെങ്കിൽ വെർബാറ്റിം ഹാജരാക്കണം എന്ന് ബൻസ്വാര ജില്ലാ ഇലക്ടറൽ ഓഫീസർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ട് ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയല്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് കൂടിയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂക്കൊന്നും ആരും ചെത്തിയിട്ടില്ല. ഉണ്ണിസാർ പറഞ്ഞതിനോട് ഞാൻ സ്നേഹപൂർവ്വം വിയോജിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്രയും വലിയ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഇത്രയും വോട്ടർമാർ പങ്കെടുക്കുന്ന ഒരു എക്സർസൈസ് നല്ല രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളടക്കം വോട്ട് ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മൂക്ക് ചെത്തിയ കമ്മീഷനാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ അത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയും അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തും എന്നുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അതിനോട് ശരിവെക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി ഇന്ന് വന്ന് അതേ പ്രസംഗ ഭാഗങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. രാജസ്ഥാനിൽ താൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളത് ഈ 2 ദിവസത്തെയും കൂടി പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും.
ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ജനങ്ങളുടെ സ്വത്ത് അനധികൃത കുടിയേറ്റക്കാർക്ക് നൽകണോ എന്നുള്ളതാണ്. അതിൽ അനധികൃത കുടിയേറ്റക്കാരെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അനധികൃത കുടിയേറ്റക്കാർക്ക് നൽകണോ എന്നാണ് ആ പ്രസംഗത്തിൽ കൃത്യമായി ചോദിക്കുന്നത്. നരേന്ദ്രമോദി പറയുന്ന മറ്റൊരു കാര്യം, താൻ നടത്തിയ പ്രസംഗത്തിലെ വളരെ ലെങ്തി ആയിട്ടുള്ള പ്രസംഗമാണ്, പലയിടങ്ങളിലും അരമണിക്കൂർ 50 മിനിറ്റ് ഒക്കെ വീതമുള്ള പ്രസംഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും നരേന്ദ്രമോദി എവിടെയെങ്കിലും സംസാരിക്കുകയാണോ എന്ന് ഞാൻ നോക്കി. ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അതായത് രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ രാജ്യത്തുടനീളം പോയിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. കേരളത്തിലും പലതവണ വന്നത് നമ്മളൊക്കെ കണ്ടതും ചർച്ച ചെയ്തതുമാണല്ലോ. അപ്പോൾ ഇന്ന് ഹനുമാൻ ജയന്തിയാണ്. അപ്പോൾ ആ ദിവസത്തിൽ പറയേണ്ടത് എന്താണ് എന്നത് കൃത്യമായി നരേന്ദ്രമോദിക്ക് അറിയാം. അതുതന്നെയാണ് പറയുന്നത്. ഹനുമാൻ ചാലീസ കേൾക്കുന്നത് പോലും കുറ്റകരമാകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ, നിങ്ങളുടെ വിശ്വാസം എൻഡോഴ്സ് ചെയ്യാൻ, അതായത് മുസ്ലിം ലീഗുമായി ചേർന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിന്റെ കൊടി പൊക്കിയാൽ അത് തനിക്കെതിരെ വിവാദമാകും, ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ വോട്ട് പോകുമെന്ന് പേടിച്ചുകൊണ്ട് സ്വന്തം സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കൊടി താഴ്ത്തി വെച്ച രാഹുൽ ഗാന്ധി നിങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുമെന്ന് അതേ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി വോട്ട് പിടിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായ സ്ട്രാറ്റജി തന്നെയാണ്. കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ആർക്കും സ്വന്തം വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അത് വയനാട്ടിലെ ഇൻസിഡന്റ് നമ്മുടെ മുന്നിലുണ്ട്. രാഹുൽ ഗാന്ധി ഇതുവരെയും ആ കൊടിയൊന്നും ഉയർത്തിയിട്ടില്ല. നാളെ കൊട്ടിക്കലാശത്തിലും കൊടിയില്ലാത്ത കൊട്ടിക്കലാശം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലായിരിക്കും നടക്കാൻ പോവുക എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിൽ വരുന്നുണ്ട്, അപ്പോഴും കൊടി ഉയർത്തില്ല. പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ കൊടി പൊക്കിയ പ്രിയങ്ക ഗാന്ധി ഇവിടെ വയനാട്ടിൽ നാളെ മുഴുനീള പ്രചാരണം നടത്തുന്നുണ്ട്. കൊട്ടിക്കലാശ ദിനത്തിൽ പ്രിയങ്ക ഗാന്ധിയാണ് വയനാട്ടിൽ നിറയുന്നത്. ആ പ്രിയങ്ക ഗാന്ധി സഹോദരന്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ കൊടി ഉയർത്തുമോ, ലീഗിന്റെ കൊടി ചേർത്ത് ഉയർത്തുമോ എന്നതും കൊട്ടിക്കലാശ ദിനത്തിൽ. കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ് കൊടികളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ മുന്നണിയുടെ മുഴുവൻ കൊടികൾ നിറയുന്ന വളരെ വർണ്ണശബളമായ നിമിഷങ്ങളാണ് കൊട്ടിക്കലാശത്തിൽ. അപ്പോൾ നാളത്തെ കൊട്ടിക്കലാശത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. വയനാട്ടിൽ കൊട്ടിക്കലാശത്തിന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടിയുണ്ടോ എന്നറിയാൻ. അപ്പോൾ ഹനുമാൻ ചാലിസയെക്കുറിച്ച് കൃത്യമായി പറയുന്നു നരേന്ദ്രമോദി. അതുപോലെ തന്നെ ഇന്നെടുക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സൗത്ത് ഗോവയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിരിയാറ്റോ ഫെർണാണ്ടസ് ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞതാണ് മറ്റൊരു വോട്ട് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ വോട്ട് വിഷയം അടുത്ത ഘട്ടങ്ങളിലും ഉയർത്തിക്കൊണ്ട് തന്നെ പോകും എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടേതായാലും മറ്റ് നേതാക്കളുടേതായാലും ആ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രസംഗത്തിലെ പരാമർശങ്ങൾ. വിരിയാറ്റോ ഫെർണാണ്ടസ് ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞത് മാധ്യമങ്ങളൊന്നും വാർത്തയാക്കിയിട്ടില്ല എന്നതാണ്, അല്ലെങ്കിൽ കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആ വാർത്ത വന്നിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. വിരിയാറ്റോ ഫെർണാണ്ടസ് പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടന ഗോവയ്ക്ക് ബാധകമാകുന്നത് എങ്ങനെയാണ്, അത് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ഭരണഘടനയെക്കുറിച്ചൊക്കെ ഒരുപാട് വാചാലരാകുന്ന ആളുകൾ പോലും ഇതേക്കുറിച്ച് കോട്ട് ചെയ്ത് ഇതുവരെ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത്. രാഹുൽ ഗാന്ധിയോട് വിരിയാറ്റോ ഫെർണാണ്ടസ് പറഞ്ഞത് ഞാൻ ഇരട്ട പൗരത്വത്തെക്കുറിച്ച് അതേക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തിരുന്നു എന്നുള്ള ഫെർണാണ്ടസിന്റെ വാദമാണ് എടുത്തു പറയുന്നത്. ഇന്ത്യക്കുള്ളിൽ വിഭജനം നടത്താൻ കോൺഗ്രസിന്റെ ഒരു നീക്കമാണ് പുറത്തു വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെർണാണ്ടസിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള, കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചാരണത്തിലേക്ക് ആവശ്യ ഘട്ടങ്ങളിലെല്ലാം എടുത്ത് അത് കോട്ട് ചെയ്തുകൊണ്ട് അതിന്മേൽ പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് പോകുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വേറൊരു പ്രചാരണ വാചകമായി അവർ ഉപയോഗിക്കുന്നത് BJPക്ക് നൽകുന്ന നിങ്ങളുടെ ഓരോ വോട്ടും വികസിത ഇന്ത്യക്കാണ്. അതായത് ഒരു ഡെവലപ്ഡ് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, അതിനൊപ്പമാണ് മറ്റു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്. അല്ലാതെ അരമണിക്കൂറോ 3/4 മണിക്കൂറോ വരുന്ന പ്രസംഗത്തിൽ ഫെർണാണ്ടസ് നടത്തിയ ഭരണഘടന ബാധകമല്ല ഗോവയ്ക്ക് എന്ന് പറയുന്ന സൗത്ത് ഗോവയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അത് കോൺഗ്രസിന്റെ നിലപാടാണോ എന്നൊക്കെ കോൺഗ്രസ് ആണ് പറയേണ്ടത്. പക്ഷേ ആ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ഭാഗത്തും പറയുന്നത് വികസനത്തെക്കുറിച്ചാണ്. കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടുവരുന്ന കഴിഞ്ഞ 2 ടേമിലായി നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വികസിത ഇന്ത്യ എന്ന് പറയുന്ന ഗ്യാരണ്ടിക്കൊപ്പമാണ് ഇങ്ങനെയുള്ള എലമെന്റ്സ് കൂടി ചേർക്കുന്നത്. അപ്പോൾ ആ ചേർക്കൽ എന്ന് പറയുന്നത് യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് കൃത്യമായ ക്യാമ്പയിൻ സ്ട്രാറ്റജി തന്നെയാണ് എന്നുള്ള ഇന്നലത്തെ നിലപാട് ഞാൻ ആവർത്തിക്കുകയാണ്. മറ്റൊരു കാര്യം SC/ST OBC ഇതിനെക്കുറിച്ചുള്ള റെഫറൻസ് ആണ്. SC/ST OBC സഹോദരങ്ങൾ ഉന്നത സ്ഥാനത്തെത്തുമ്പോൾ കോൺഗ്രസ് ജനാധിപത്യവും ഭരണഘടനയും അപകടത്തിലാണെന്ന് വിലപിക്കുന്നു. മറ്റൊരു നറേറ്റീവ് അതാണ്. എല്ലാ റാലികളിലും എല്ലാ പ്രസംഗങ്ങളിലും ഇത് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുന്നുണ്ട്, അത് ആവർത്തിക്കുന്നുണ്ട്. ഒരു തവണ പറയുന്നു, പിന്നീട് അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് പോകുന്നു, വീണ്ടും എടുത്തു പറയുന്നത് കോൺഗ്രസിന് ഇതൊന്നും സഹിക്കുന്നില്ല, കോൺഗ്രസിന് ഇതൊന്നും സഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് SC/ST OBC വിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നതിനുള്ള കൃത്യമായ ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആർക്കാണ് ഇനി സംശയം? കോൺഗ്രസ് ഇപ്പോഴും ഗരീബി ഹട്ടാവോ മാത്രമാണ് പറയുന്നത്, അത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ തന്നെ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് പരിഹസിക്കുന്നുമുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു തന്ത്രം അത് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, ആദ്യ ഘട്ടത്തിലെ വോട്ടെടുപ്പിൽ ഇങ്ങനെയുള്ള വാചകങ്ങളൊന്നും അധികമായി ഉപയോഗിച്ച് നമ്മൾ കണ്ടില്ല. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയായി നിൽക്കുന്നു. ഇനി അടുത്ത ഘട്ടം
ഘട്ടങ്ങളിലും കൃത്യമായി ഓരോ പ്രദേശത്തിനും എന്താണ് ആവശ്യമെന്ന് നോക്കി അവിടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം രാജ്യം മുഴുവൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഇനി എങ്ങനെയാണ് രാജ്യത്തെ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ കടന്നാക്രമിച്ചുകൊണ്ട് അതിലെ നേതാക്കളെ അവരുടെ നയമില്ലായ്മയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ കാര്യത്തിൽ എന്തായാലും ബൻസ്വാര ജില്ലാ ഇലക്ട്രൽ ഓഫീസർ ഈ ദൃശ്യങ്ങൾ ഹാജരാക്കുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയാണ് എന്ന രീതിയിലുള്ള ഇവിടെ വന്ന പരാമർശങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. ഈ ഒന്നാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ സംവിധാനമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫുട്ബോൾ മൈതാനം, ഒരു ഫുട്ബോൾ കളി എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു സെൻട്രൽ റഫറി ഉണ്ടാവും, ലൈൻ റഫറീസ് ഉണ്ടാവും. പക്ഷേ കളിക്കാർ വേറെയാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകപ്പാട് നോക്കാനുള്ളത് ആ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്നൊരു അവരുടെ ഒരു മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ഇവിടെ നടത്തുന്നത് നമുക്കറിയാമല്ലോ. അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, രാജ്യത്തെ പോലീസുകാർ, അർദ്ധസൈനിക വിഭാഗങ്ങൾ, എല്ലാ സർക്കാർ ജീവനക്കാരും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ നടപ്പാക്കുന്നത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ കള്ളയോട്ട് സംഭവിക്കാതിരിക്കുക, കൃത്യമായി വോട്ടിംഗ് മെഷീനുകൾ സുതാര്യമായിരിക്കുക, കൗണ്ടിങ് സുതാര്യമായിരിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എൻറ്റയർ ഗവൺമെൻറ് മെഷീനറി ചേർന്നിട്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല. പക്ഷേ അവർ നിർവഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റോളുണ്ടല്ലോ. അതാണ് ഞാനീ പറഞ്ഞത് ഈ സുതാര്യമായിരിക്കണം തെരഞ്ഞെടുപ്പിലെ പെരുമാറ്റച്ചട്ടം അടക്കമുള്ള എല്ലാ നിയമങ്ങളും പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതിനൊക്കെ അധികാരമുള്ളൊരു തെരഞ്ഞെടുപ്പ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എങ്കിൽ അവരുടേത് മൂക്ക് ചെത്തിയ ഒരു കമ്മീഷനാണ് എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് രാജീവ് കുമാർ എന്ന് പറഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ സംസാരിച്ചത് മണി മസിൽ പവർ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്, അത് ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2, വ്യാജ പ്രചാരണം ഞങ്ങൾ അനുവദിക്കത്തില്ല, മിസ്ഇൻഫർമേഷൻസും ഫേക്ക് ന്യൂസും പോകുന്നുണ്ട്, അത് ഞങ്ങൾ അനുവദിക്കത്തില്ല. 3, വിദ്വേഷ പ്രചരണം ഞങ്ങൾ അനുവദിക്കത്തില്ല. ഈ 3 കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അരമണിക്കൂർ ദീർഘമായി വാചാലനായി പ്രസംഗിക്കുമ്പോൾ രാജീവ് കുമാർ നടുക്കിരിക്കുകയും 2 കമ്മീഷണർമാർ അപ്പുറം ഇപ്പുറയും ഉണ്ടായിരുന്നു. അവരെ തലേദിവസം രാത്രിയിൽ അദ്ദേഹം പരിചയപ്പെട്ടത്. ഇന്ത്യ രാജ്യത്തെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന കമ്മീഷനെ 2 പേര് അങ്ങ് രാത്രി രാജിവെച്ച് പോവുകയും പിന്നെ വളരെ പെട്ടെന്ന് 2 കമ്മീഷണർമാരെ അങ്ങോട്ട് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അവരെ അദ്ദേഹം തലേദിവസം രാത്രിയിൽ പരിചയപ്പെടുകയും പിന്നെ 3 പേരും കൂടി കോട്ടിട്ട് വന്നിരുന്നിട്ട് പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത്. ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം ആചാരനായ കാര്യം ഈ 3 കാര്യങ്ങളായിരുന്നു. ആ 3 കാര്യങ്ങളിലെ നഗ്നമായ ലംഘനങ്ങളാണ് ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ളൊരു ശക്തി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്ന കാര്യത്തിൽ എനിക്കെന്നല്ല ഈ രാജ്യത്ത് അരിഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കും സംശയമുണ്ടാവില്ല. നേരത്തെ അരുൺ സൂചിപ്പിച്ചൊരു ഉദാഹരണമുണ്ട്. 1987 നിശ്ചയമായും പറഞ്ഞോളൂ. പക്ഷേ ആയിക്കോട്ടെ, അരിഭക്ഷണമോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അല്ല, അത് നിങ്ങൾ എന്ത് വേണേ കഴിച്ചോ, എന്റെ പ്രശ്നം അതല്ല. രാജ്യത്ത് അരിഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. ആ പ്രയോഗത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ വേണം നമ്മളൊരു സദസ്സിൽ നിന്ന് സംസാരിക്കുമ്പോൾ. ഇപ്പൊ ഞാൻ പുട്ടാണോ ദോശയാണോ അല്ലെങ്കിൽ പൊറോട്ടയാണോ ബീഫാണോ അതൊരു പ്രശ്നമല്ല. അരിഭക്ഷണം കഴിക്കുന്ന ഒരാളും വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. അതിന്റെ അർത്ഥം അതായത് സാമാന്യ ബുദ്ധി, വിവേകം, പ്രായോഗികമായ പരിജ്ഞാനം, രാഷ്ട്രീയ ബോധം, അറിവ്, വിജ്ഞാനം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെയുള്ള ആളുകൾ ഇതിനെയൊക്കെ വിലയിരുത്തുകയും നോക്കുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന ഈ കേന്ദ്ര ഇപ്പോൾ അവസാനം 2023 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പാർലമെന്റിലെ ഇന്ത്യയുടെ പരമോന്നത സഭയായിട്ടുള്ള പാർലമെന്റിൽ 2023 ഡിസംബറിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നല്ലോ ഈ പറയുന്ന സർക്കാർ. ആ സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരം ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള പരിപൂർണമായ അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമായിരിക്കുന്നു. അവിടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്ന ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളെ എടുത്തങ്ങ് മാറ്റി. എന്നിട്ട് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ചിങ്കിടിയെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചിങ്കിടിയായിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിയും കൂടി നിങ്ങൾ തീരുമാനിക്കുമെന്നേ. പ്രതിപക്ഷ നേതാവ് വെറുതെ വന്ന് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകത്തുള്ളൂ. അയാൾ പങ്കെടുക്കാറില്ല ഇത്തരം പരിപാടികളിൽ. കാരണം പങ്കെടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം തന്നെ മാറ്റിയിരിക്കുന്നു. ഞാനത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. 1987 നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പ്രശ്നമുണ്ടല്ലോ. ശിവസേന നേതാവായിട്ടുള്ള ബാൽ താക്കറെ, രമേഷ് പ്രഭു എന്ന് പറയുന്ന ആൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടെ നിന്ന് പ്രസംഗിച്ചത് എന്താണ്? ഒരു ഹിന്ദുവിന് മറ്റെല്ലാ ഹിന്ദുക്കളും വോട്ട് ചെയ്യണം എന്നാണ് പ്രസംഗിച്ചത്. ഒരു ഹിന്ദുവിന് മറ്റെല്ലാ ഹിന്ദുക്കളും വോട്ട് ചെയ്യണം എന്ന് പ്രസംഗിച്ചു. അന്ന് RVS പെരിശാസ്ത്രിയാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 6 വർഷത്തേക്കാണ് ബാൽ താക്കറെ വിലക്കിയത്. 6 വർഷത്തേക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല ബാൽ താക്കറേക്ക്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളല്ല. അപ്പോൾ ആ രീതിയിൽ ശക്തമായി ഇടപെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ വോട്ടിന്റെ കാര്യമല്ലേ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ്
കമ്മീഷനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രസ്താവന വരണം. അതുപോലെ ഒരു പ്രസ്താവന നരേന്ദ്രമോദി നടത്തിയിട്ടില്ല. ശരി, ഇനി ഞാൻ പറയട്ടെ. അതായത് ഞാൻ പറയുന്നത് വേറെ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ട് ചെയ്തതിൻ്റെ ചരിത്രം ഇന്ത്യയിലുണ്ട്. അതിശക്ത ബാൽ താക്കറയെ പോലെ വേണമെങ്കിൽ ഒരു സംസ്ഥാനത്ത് കത്തിക്കാവുന്ന കത്തിച്ച് കാണിച്ചിട്ടുള്ള ബാൽ താക്കറയെ പോലൊരു നേതാവിനെ മൂക്കിനിരുത്തി മൂലക്കിരുത്തിയ ഒരു കമ്മീഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് RVS പെരിശാസ്ത്രി എന്നായിരുന്നു. അദ്ദേഹം അതിശക്തമായ 1987 ഈ നിയമം നടപ്പിലാക്കുകയും നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആളുകൾ കൊടുത്ത നിർദ്ദേശത്തെ കുറിച്ച് പോലും മെൻഷൻ ചെയ്യാതെ അത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ട് ചെയ്യുന്നില്ല എന്ന് വാദിക്കുകയായിരുന്നല്ലോ ഇത്രയും സമയം. മിനിഞ്ഞാന്ന് കൊടുത്ത പരാതി ഈ 48 മണിക്കൂർ സുർജേവാലയെ പിന്നെ രൺദീപ് സിംഗ് സുർജേവാലയെ പിന്നെ ബാൻ ചെയ്തു. അറിഞ്ഞായിരുന്നു നമ്മൾ ആരെങ്കിലും? രൺദീപ് സിംഗ് സുർജേവാല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ 48 മണിക്കൂർ, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്, ഒരാഴ്ച മുമ്പാണ്, 48 മണിക്കൂർ അയാളെ ബാൻ ചെയ്തു. പ്രചരണത്തിന് പോകണ്ട, നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. എന്താ കാര്യം? ഹേമമാലിനിയെക്കുറിച്ച് ആ പ്രസംഗം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഒരു നോട്ട് അങ്ങോട്ട് അയച്ചു. അൺസിവിലൈസ്ഡ്, അൺഡിഗ്നിഫൈഡ് ആൻഡ് വൾഗർ കമൻസ്. കറക്റ്റാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നടപടി എടുത്തോണം. ആ നടപടി എടുത്തിട്ട് മതി. ബെൻസാരയിൽ എൻ്റെ പൊന്ന് സുജയ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബെൻസാരയിലെ പോയിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് അന്വേഷിച്ചിട്ട് നാളെ രാവിലെ നരേന്ദ്രമോദിക്കെതിരെ ഒരു തീരുമാനം എടുക്കുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢിയല്ല ഞാൻ. നരേന്ദ്രമോദിക്കെതിരെ തീരുമാനം എടുക്കണം. കാരണം എന്താ അറിയോ? കൃത്യമായി മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ സുജയനെ സംസാരിച്ചല്ലോ, SC ST OBC വിഭാഗങ്ങളുടെ അവകാശങ്ങളെ ചീൻകർക്കേ എന്നുള്ള വാക്കാണ്. തട്ടിപ്പറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ SC-യും ST-യും OBC-യും ഒറ്റക്കെട്ടായിരുന്നു. നിങ്ങളുടെ വർഗശത്രുവിനെ നേരിടൂ, സ്പർദ്ധയാണ്, കൃത്യമായ ക്ലിയർ വയലേഷൻ ആണ്. നത്തിങ് വിൽ ഹാപ്പൻ. ഒന്നും പറയില്ല. എനിക്ക് ഒറ്റ കാര്യം കൂടെ, ഇതിനകത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്കെതിരെ നടപടി എടുക്കണമെന്നോ നടപടി എടുക്കേണ്ടെന്നോ ഒന്നുമല്ല എൻ്റെ വിഷയം. അല്ല, ഇടപെട്ടു, ചർച്ചയിലൊക്കെ ഇടപെടണമല്ലോ. എൻ്റെ വിഷയം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയോ നടപടി എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ അങ്ങേയറ്റം അരക്ഷിതത്വത്തിലാക്കുകയും അവർ അപകടകാരികളാണെന്നും അവർ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും ഒക്കെ പറയുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന മുറിവ് വലിയ 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 പ്രശ്നമാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഒരു സെക്കൻഡ് നിർത്തേക്കാം. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം സുജയ, ഈ രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് അറിയാവോ? വിഘടനവാദമാണ്. അതാരാ ഉയർത്തിയെന്നറിയാവോ? സിഖുകാരാണ് ഉയർത്തിയത്. ഏറ്റവും മൈനോറിറ്റി ആയിട്ടുള്ള വിഭാഗമാണ് സിഖുകാർ. രാജ്യം നിന്ന് കത്തുകായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രക്തസാക്ഷിയായി. ഖലിസ്ഥാൻ വാദം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആ വിഭാഗത്തിനുണ്ടായിട്ടുള്ള വലിയ മുറിവുകൾ നമുക്ക് പല കാലഘട്ടം അതിനുശേഷം സിഖുകാരെ കത്തിച്ചല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഒരു രാജ്യത്തിൻ്റെ സമാധാനത്തിനെ തകർക്കാൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ധാരാളമാണ്. അത് പ്രധാനമായിട്ടും പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ വന്നിരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പടപെടാൻ നേരിട്ടല്ലോ. കേശവ് മൗര്യ പ്രസാദ് ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നതെന്നറിയാം. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉത്തർപ്രദേശിലെ കേശവ് മൗര്യ പ്രസാദ് പ്രസംഗിച്ചിരിക്കുന്നതെന്നറിയോ? ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് 80% 20% തമ്മിലുള്ള മത്സരമാണ്. ആരാണ് 80%? ആരാണ് 20%? അത് വലിയ വിദ്വേഷമാണ്, അത് വലിയ വിഭജനമാണ്, അത് വിഘടനവാദമാണ്. വളരെ മോശം. നമ്മളും അവരും എന്നാണ്. താലിബാൻ ശാസനാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറയുന്നു. എത്ര അപകടകരമാണ്. ഒരു രാജ്യം എത്ര അപകടത്തിലേക്കാണ് പോകുന്നത്. അതാണ് എന്നെ പറയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുത്താലും എന്നെ അത് ബാധിക്കുന്നില്ല. ഞാൻ അങ്ങനെ വലിയൊരു നിലപാട് അവരെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ അരുണിലേക്ക് വരാം. ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചെത്താം, മടങ്ങിയെത്താം. ഡോക്ടർ അരുൺ പറഞ്ഞോളൂ, നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാം? ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം നമ്മൾ കേൾക്കുന്നതും ആ വിദ്വേഷ പ്രസംഗത്തിൻ്റെ അഗ്നിയിൽ നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരിക്കുന്നതും. ഈ വാഷിംഗ്ടൺ DC-യുടെ ഇന്ത്യ ഹേറ്റ് ലാബ് എന്ന് പറയുന്ന NGO-യുടെ കണക്കുകൾ പ്രകാരം 2023 എന്ന വർഷത്തിൽ മാത്രം 668 വിദ്വേഷ പ്രചരണങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ 75% BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ ഒക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രചരണം നടക്കുന്നത്. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലുള്ള 25% കേസുകളിൽ 27% നടത്തിയിരിക്കുന്നതും BJP നേതാക്കൾ കൂടിയാണ്. അത് ഏറ്റവും കൂടുതൽ ഉയരുന്നതാവട്ടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുമാണ്. ഏറ്റവും കുറഞ്ഞ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രചരണം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്, മറ്റൊന്ന് തമിഴ്നാടാണ്. കാരണം ഇവിടെ BJP-യുടെ ആ രീതിയിലുള്ള
സാന്നിധ്യം നമ്മളിലില്ല എന്നതുകൊണ്ട് കൂടിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യുന്നത്? ഇതൊരു ചെറി പിക്കിംഗ് ആണ് കംപ്ലൈന്റിന്റെ കാര്യത്തിൽ. രൺദീപ് സുർജേവാലയ്ക്കെതിരെ, ഹേമമാലിനിക്കെതിരെ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലൊരു പ്രസ്താവന വന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ടീസ് കൊടുക്കേണ്ടതാണ്. ഇമ്മീഡിയറ്റ് നോട്ടീസ് കൊടുക്കുന്നു. പക്ഷേ രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ ചിത്രം വെച്ച് വോട്ട് ചോദിക്കുമ്പോൾ നടപടി ഉണ്ടാവുന്നില്ല. അരുൺ ഗോവിലിനെ ചൂണ്ടിക്കാണിച്ച് ഇതാ നിങ്ങളുടെ രാമൻ, വോട്ട് രേഖപ്പെടുത്തു എന്ന് പറയുമ്പോൾ നടപടി ഉണ്ടാവുന്നില്ല. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം ജനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്ഷൻ ഉണ്ടാവുന്നില്ല. ഇതിനു മുൻപ് തന്നെ അമിത്ഷാ ഈ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പ്രദർശനം നടത്തുമ്പോൾ ഉണ്ടാവുന്നില്ല. എന്തിന് നരേന്ദ്രമോദി തന്നെ ആസാമിൽ നടത്തിയ പ്രചരണത്തിൽ രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ ചിത്രം ചൂണ്ടിക്കാണിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യുമ്പോൾ നടപടി ഉണ്ടാവുന്നില്ല. അപ്പൊ ചെറി പിക്കിംഗ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറെ നിർഭാഗ്യകരമായ കാര്യം. അത് ഈ തിരഞ്ഞെടുപ്പിനെ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ അത് സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും ക്രൂരമായ യാഥാർത്ഥ്യം. കമ്മീഷൻ നോക്കുകുത്തിയോ എന്ന ചോദ്യത്തിന് യെസ് എന്ന 3, നോ എന്ന 1. അത് സുജയ. മീറ്റ് എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. നമസ്കാരം. Meet the editors.